അങ്ങനെ ആശമാരുടെ റോളെത്തിയല്ലോ. എന്തേ കഥാപാത്രങ്ങൾ വൈരാൻ വൈകി വൈകി എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. കാര്യം ആവതാഴിയിലുള്ള സകല അസ്ത്രങ്ങളും പ്രയോഗിക്കേണ്ട സന്ദർഭമാണ്. ഒടുവിൽ വേഷം കെട്ടി നിന്ന ആ ഉഡായിപ്പ് ആശമാരുടെ കഥാപാത്രം കെട്ടിയാടേണ്ട നിർദ്ദേശം വന്നു. ഇന്നിപ്പോ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിന് നേരെ ഒരു പ്രത്യേക സമരം. ആ സമരം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അറിയാമായിരുന്നു കോലാഹലങ്ങൾ മസ്റ്റ്. കാര്യം സതീശൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ക്യാമറ കവറേജ് കൂടുതൽ കിട്ടി ജനങ്ങളുടെ ഉള്ളിലേക്ക് അതിനെ സംബന്ധിച്ച് എന്തോ വലിയ സംഭവം നടക്കുന്നു എന്ന് മാധ്യമ ചർച്ച നിലനിർത്തിയാലേ അതിന്റെ ഇടയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബീഡിക്ക് തീ കൊളുത്താൻ പറ്റും, അഥവാ അത് വെച്ച് നമുക്ക് ഗുണമുണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങളുടെ കൈവശം ഞങ്ങൾ കഴിഞ്ഞ കുറെ കാലമായി സ്പോൺസർ ചെയ്തിരിക്കുന്ന ആശാമാർ പൊടുന്നനെ ഒരു പ്രതിഷേധ സമരം വരുന്നു, വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നു. എന്നിട്ട് മാധ്യമങ്ങൾ ഇന്ന് അതിനെ അതിവൈകാരികമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതി നോക്കി. പോകില്ല എന്നുള്ള കാര്യം തന്നെയാണ് റോഷ്നി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ മണിക്കൂറുകളായിട്ട് ഈ ബാരിക്കേഡിന് മുകളിൽ കയറി നിലയുറപ്പിച്ചിരിക്കുന്ന ആളുകളാണ് ഇവർ. അതിനിടയ്ക്ക് മഴ പെയ്തു, വലിയ വെയിൽ വന്നു. പക്ഷെ അപ്പോഴൊക്കെയും ഇവർ പിരിഞ്ഞു പോകില്ല എന്നുള്ള ഒരു നിലപാട് തന്നെ തുടരുകയായിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ് ഇവരുടെ നിലപാട്. ശക്തമായ സമരവുമായി ഇവർ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്. കേട്ടോ, വെരി സിംപിളി ഒരു മറുപടി പറഞ്ഞുതരാം. ആ ക്യാമറ ഓഫ് ചെയ്ത് നേരെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ സമരത്തിന്റെ തീവ്രത അപ്പ കാണും, അതോടുകൂടി അണഞ്ഞോളും. അല്ലെങ്കിൽ പോലീസുകാർ ആദ്യം ചെയ്യേണ്ടത് ആശമാരെ പിടിക്കലല്ല, ആശമാരെ അവിടെ നിർത്തിയതിനു ശേഷം ഈ മാപ്രകളെ എല്ലാം കൂടി അവിടെ നിന്ന് മാറ്റാമെങ്കിൽ പിന്നെ ഈ പറയുന്ന സമരത്തിന് അവിടെ സ്കോപ്പ് ഇല്ല. രണ്ടും കച്ചവടമാണ്, രണ്ടും ഒരു തരം നീക്കുപോക്കാണ്. ഒരാളെ സംബന്ധിക്കുന്നിടത്തോളം അവരുടെ വാർത്താ സമയങ്ങൾ ഉന്തിത്തള്ളിക്കൊണ്ട് പോകാൻ എന്തെങ്കിലും ഒരു വിഷയം ഒരു ദിവസം വേണം. പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ അത് സ്പോൺസർ ചെയ്ത് തന്നാൽ ഞങ്ങൾ അത് ടെലികാസ്റ്റ് ചെയ്ത് നിങ്ങളെ സഹായിക്കാം. നിങ്ങൾക്കും ഗുണം, ഞങ്ങൾക്കും ഗുണം. ബോത്ത് ആർ മാത്തമാറ്റിക്സ്. ഒരാൾക്ക് അധികാരമാണെങ്കിൽ മറ്റൊരാൾക്ക് അതിന്റെ പണം കിട്ടും. ഇതേ ഉള്ളൂ വ്യത്യാസം. ഈ നിലയ്ക്കുള്ള ചില സ്പോൺസേർഡ് പരിപാടികൾ വരുമ്പോൾ നാട്ടിലുള്ള ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഒന്നും ക്യാമറ ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഇവരുടെ ഈ തിളച്ചു മറിയൽ അതിന് ഇത്രയും തീവ്രത ഉണ്ടാകില്ല. ആ തിളച്ചു മറിയലിന് തീവ്രത കൂടാൻ കാരണം പെർഫോമർ ആകണമല്ലോ. മാധ്യമ കോലുകൾക്ക് മുന്നിലാണല്ലോ ഇവരുടെ തകർപ്പൻ പ്രകടനങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ നാട്ടിൽ ഏതുതരം വേഷങ്ങളോ സമരങ്ങളോ കെട്ടിയാടുന്നത് അത് ക്യാമറ ഉണ്ടെങ്കിലേ പെർഫോമൻസ് വരത്തുള്ളൂ. അല്ലാതെ ഒരു വ്യക്തിയുടെ പ്രശ്നമാണെങ്കിൽ, അവർ പ്രതിഷേധിക്കുന്നുണ്ടെങ്കിൽ, അവർ സമരം ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ നോക്കിയാൽ വാർത്തയാകാറില്ല. സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ എത്രയോ സമരങ്ങൾ അനുദിനം നടക്കാറുണ്ട്. എന്തുകൊണ്ട് അതൊന്നും വാർത്തയാകുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചിലത് പ്രത്യേകം വാർത്താ പേജുകളിൽ ഇടം പിടിക്കും. എന്തുകൊണ്ടായിരിക്കും? ചില ഉഡായിപ്പ് SUCI മിനിമാർ ഇതിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അവർ ആശാപ്രവർത്തകർ അല്ല എന്ന് നാട്ടുകാർക്കറിയാം. ആ സമരത്തിന് ഒരു പ്രത്യേക പ്രിവിലേജോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വ്യൂവർഷിപ്പ് ഇവർ ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. അവിടെ നിങ്ങൾ മനസ്സിലാക്കി നോക്കൂ, എത്രയോ പാവപ്പെട്ടവരും സാധാരണക്കാരുമായിട്ടുള്ള മനുഷ്യർ ഓരോ ആവശ്യത്തിന് സെക്രട്ടേറിയറ്റ് പടിക്കലോ മറ്റെവിടെയെങ്കിലും ഒക്കെ പ്രതിഷേധ സമരങ്ങൾ നടത്താറുണ്ട്. അതൊക്കെ അൺഇമ്പോർട്ടന്റ് വാർത്തയാണ്. ചിലത് മാത്രം ഇവർക്ക് ഇമ്പോർട്ടന്റ് ആകുന്ന കാര്യം എന്താണ്, അതിന്റെ പ്രയോറിറ്റി എന്താണെന്ന് ചിന്തിക്കുന്നിടത്ത് നിങ്ങൾക്ക് ഇതിനൊക്കെ ഉത്തരമുണ്ടാകും. അതുകൊണ്ട് മാപ്രകൾ പൊടിയും തട്ടിപ്പോയ തീരാവുന്ന വിഷയങ്ങൾക്കപ്പുറം കേരളത്തിലെ ആശമാർക്ക് ഇന്ത്യയിൽ ഏറ്റവും വലിയ ഓണറേറിയം കൊടുക്കുന്ന സംസ്ഥാനം കേരളമായിട്ടും ഇമാതിരി ഊളത്തരം സമരം എന്ന പേരിൽ ചില വിരോധാഭാസങ്ങൾ കാണിക്കാൻ വേണ്ടി കഥാപാത്രം കെട്ടിയാടിയ രാഷ്ട്രീയ ഭിഷാന്തേഹികളായിട്ടുള്ള വനിതകളെ മുൻനിർത്തിക്കൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ, അതിന്റെ ഉദ്ദേശം തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരിക എന്നുള്ളതാണ്. 26,000-ഓളം വരുന്ന ആശമാർ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട്. കുറച്ചു പേർക്ക് മാത്രം പ്രശ്നമെന്ന് പറയുമ്പോൾ അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ വിഷയത്തിൽ ഇപ്പോൾ അഭിപ്രായം പറയാൻ കേരളത്തിലെ സകലമാന മുള്ളുമുരുക്ക് മൂർഖൻ പാമ്പുകളും രംഗത്ത് വരുന്നത് കാണാം. അതെങ്ങനെയാണ് ചിലരുടെ കാര്യത്തിൽ മാത്രം ഉണർന്ന് പ്രവർത്തിക്കുന്നത്? അപ്പോ ഇവർക്കെല്ലാം അതിന്റെ ഉള്ളിൽ ലിങ്ക് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ പോലീസ് ഇപ്പോ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതായത് അനുവദിച്ച സമയത്തിൽ കൂടുതൽ അവിടെ സമരം ചെയ്തു, അവരെ ഒഴിപ്പിക്കാൻ ശ്രമിച്ചു. ക്യാമറകൾ കത്തി നിൽക്കുന്നത് കൊണ്ടും ചിലർ കോൺഗ്രസ് മനസ്സായിട്ടുള്ള അല്ലെങ്കിൽ സംഘി മനസ്സായിട്ടുള്ള ചിലർ അവതാരക വേഷത്തിൽ നിന്ന് അവർ ആവേശപൂർവം എരിഞ്ഞടങ്ങുന്നു എന്നതിനപ്പുറം മറ്റൊന്നും ഇതിലില്ല. അനാവശ്യ സമരമാണ്. നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടി ഓരോരോ വേഷത്തിൽ വന്നിറങ്ങി നാളെ അധികാരത്തിൽ വരികയാണെങ്കിൽ ചില ഓഹരി ഞങ്ങളുടെ കുടുംബത്തിൽ കൂടി എത്തുമെന്നുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ വന്ന് വേഷം കെട്ടി ആടുന്നു എന്നതിനപ്പുറം ഇതൊന്നും പരിഗണിക്കേണ്ട കാര്യമില്ല. തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ഇതുപോലത്തെ പല പല കഥാപാത്രങ്ങൾ ഓരോ ദിവസവും എൻട്രി ചെയ്യുന്നത് നമുക്ക് ഇതുപോലെ കാണാം.